ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതിന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. മനുഷ്യർക്ക് എപ്പോഴും ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. ഒന്നാമത്തെ ശത്രു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുവായ സാത്താൻ, പിശാച്. അവനൊരിക്കലും നാം സന്തോഷിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ദുഃഖിച്ചും ഹൃദയം തകർന്നും വേദനിച്ചു ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുവാനാണ് ഏറെ ആഗ്രഹിക്കുന്നത്. ഇതാ, മീഖ എന്ന പ്രവചന പുസ്തകത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തെന്നതുപോലെ എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലങ്ങളുടെ നടുവിലായിരുന്നു ഇസ്രായേൽ ജനം മിസ്രയീമിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർ പുറപ്പെട്ടു വരുമ്പോൾ വളരെ വലിയ പ്രതികൂലങ്ങൾ അവരെ തകർക്കുമെന്ന് ഫറവോനും മറ്റു പലരും കണക്ക് കൂട്ടി. ഫറവോൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ജനം വളരെ വലിയൊരു പ്രതികൂലത്തിന് മുമ്പിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതായത് ചെങ്കടൽ. ഈ കടൽ കടന്ന് എങ്ങനെ അക്കരെ പോകും? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയിൽ രക്ഷപ്പെട്ട് മുൻപോട്ട് യാത്ര തുടർന്നപ്പോഴാണ് അതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധി മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ഏത് മനുഷ്യനും ഒന്ന് പതറിപ്പോകും. ഇനി എന്തു ചെയ്യും? ഇനി മുൻപോട്ട് എങ്ങനെ പോകും? ശത്രുവിൻ്റെ കയ്യിൽ നിന്നാണ് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. ആ ശത്രുവും ആക്രമിച്ച് കൊല്ലുവാൻ, കീഴടക്കുവാൻ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുവാൻ പുറകെ വരുന്നതും അവർ കാണുന്നു. അപ്പം ശരിക്കും മിസ്രയീമിൻ്റെയും ചെങ്കടലിൻ്റെയും നടുവിൽപ്പെട്ട് വളരെയധികം പ്രതിസന്ധിയിലായ ജനമാണ് ഇസ്രായേൽ. ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ നമ്മളെ സഹായിക്കാം എന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള ദൈവം കൂടെയുണ്ടെങ്കിൽ ചെങ്കടലും ഒരു വിഷയമല്ല, ഫറവോനും സൈന്യവും ഒരു വിഷയമല്ല. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നാമും അനുഭവിച്ചിട്ടുണ്ട്. പ്രതിസന്ധിയില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകുകയല്ല വേണ്ടത്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് വേണ്ടത്. ഈ മീഖാ പ്രവചനം യഹൂദയോടും ഇസ്രായേൽ ജനത്തോടുമുള്ളതാണ് എങ്കിലും അതിലെ നല്ല വചനങ്ങൾ നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹത്തിനത് കാരണമാണ്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് ധാരാളം പാകപ്പിഴകൾ പറ്റി, അബദ്ധങ്ങൾ പറ്റി. അവർ അതിന് ധാരാളം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ആ ഇസ്രായേൽ പറയുന്നു 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. അതാണ് ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്ന ഓരോ
പ്രിയപ്പെട്ടവരും പറയേണ്ടത്. ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. അങ്ങനെയുള്ളവരോടാണ് ദൈവം പറയുന്നത്, നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. സ്തോത്രം. ചില അത്ഭുതങ്ങൾ ഇനിയും കാണാനുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകം മടക്കി വെക്കുവാനും ദൈവത്തോട് പിണങ്ങാനും വരട്ടെ. എവിടെ മനുഷ്യർക്ക് സഹായിക്കാൻ കഴിയാത്ത സന്ദർഭമുണ്ടോ, എവിടെ സകല വഴികളും അടഞ്ഞുവെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. നിങ്ങൾ നിരാശപ്പെട്ട് തകർന്നു പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാ, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഒരു വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു കുതിച്ചുയരൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് നോക്കുക, പ്രത്യാശയോട് കാത്തിരിക്കുക. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിരാശപ്പെടുത്തുവാൻ പലരുടെയും പല വാക്കുകൾ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ ആ വാക്കുകളൊന്നും കാര്യമാക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിശ്ചയമായും ചെങ്കടലിനെ വറ്റിച്ച് തൻ്റെ ജനമായ ഇസ്രായേലിന് വഴി തുറന്ന് അക്കരെ കടത്തുക മാത്രമല്ല, പുറകെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കടന്നു വന്ന മിസ്രയീം സൈന്യത്തെ അതേ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ് കൊന്നുകളഞ്ഞ ഒരു ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തെങ്കിലേക്ക് നോക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഈ പ്രതികൂലങ്ങളെല്ലാം അവസാനിക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏറ്റെടുക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിശ്ചയമായും ഒരത്ഭുതം കാണുവാൻ നിങ്ങൾക്കും ഇടയാകും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പച്ച സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പലതും അസാധ്യമാണ്. എന്നാൽ ആമേൻ തകർന്നു പോയി, ഇനി മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല, എല്ലാ പ്രതീക്ഷകളും വറ്റുപോയി എന്ന് പറഞ്ഞ് ആമേൻ ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിലവിളിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ആമേൻ ഇന്ന് പകലും ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്നതിനായിട്ട് സ്തോത്രം. അന്ന് ചെങ്കടലിനെ വിഭാഗിച്ചതുപോലെ ഞങ്ങൾക്ക് എതിരെ വന്ന ശത്രുവിനെ അങ്ങ് തകർത്തതുപോലെ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. പലവിധമായ ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവരെല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം ഒന്ന് നീട്ടണമേ, അങ്ങൊരു വഴി തുറക്കണമേ, അങ്ങൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ആമേൻ ഗൾഫിൻ്റെ മേഖലയിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ആമേൻ അവിടെയുള്ള ആ യുദ്ധങ്ങളെ അവിടെ നിർത്തൽ ചെയ്യണമേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട് കർത്താവേ. അവിടെയുള്ള ജനങ്ങൾ ആമേൻ അവരെല്ലാം കർത്താവ് കാത്തു പരിപാലിച്ചോളണമേ. ദൈവമേ, ശത്രുവിൻ്റെ അഗ്നി അസ്ത്രങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മിസൈലുകൾ ആമേൻ ഹല്ലേലൂയ ബോംബുകൾ ഒന്നും ആർക്കും ഒരു ദോഷവും വരുത്തുവാനിടയാകാതെ അവരെ അവിടുന്ന് കാത്തു പരിപാലിച്ചോളണമേ. വേഗത്തിൽ ഈ യുദ്ധങ്ങളെ അവിടെ നിർത്തൽ ചെയ്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയതുപോലെ ആമേൻ കടഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും കഴിയുന്ന ധാരാളം പേരുണ്ട്. അവരെ വിടുവിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ ആമേൻ പുതിയ ജോലികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, അമ്മ പുതിയ വഴികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമേ, അവിടുന്ന് അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. അമ്മ വിദേശ നാടുകളിൽ നിന്ന് കടന്നു വന്നവർ, അമ്മ വിദേശ ജോലി ലഭിച്ചിട്ട് കടന്നു പോകാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് വേണ്ടി വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വിമാന ആമേൻ സർവീസുകൾ പുനരാരംഭിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ആമേൻ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആമേൻ സ്തോത്രം ധാരാളം ആമേൻ കർത്താവേ ഹല്ലേലൂയ ആമേൻ ദമ്പതികൾ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. ആമേൻ ഞങ്ങളുടെ പരിചയത്തിലുണ്ട്. കർത്താവേ, അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അബ്രഹാമിനോട് മനസ്സലിഞ്ഞതുപോലെ അങ്ങ് മനസ്സലിഞ്ഞ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് തലമുറകളെ നൽകി കൊടുത്ത് മാനിക്കുന്നത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഹല്ലേലൂയ. ദൈവമേ, ആമനായതുപോലെ സ്തോത്രം. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ധാരാളം പേരുണ്ട്. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരമൊന്ന് തുടരണമേ കർത്താവേ. അങ്ങൊരു വാക്ക് കൽപ്പിക്കണമേ കർത്താവേ. അവരെ പൂർണ്ണമായിട്ട് വിടുവിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ആമേൻ. മറ്റ് പല പ്രതിസന്ധികളിലും അകപ്പെട്ട് നട്ടം തിരിയുന്നവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്ന കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ അവിടെ ഒന്നിച്ച് ഈ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് മറുപടി നൽകിയതിനാൽ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഹാലിലെ മെസ്സേജ് പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. തുടർന്നും ആമേൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.